കോഴിക്കോടിന്റെ ഓണത്തിരക്ക് തുടങ്ങി. അടുത്ത ആഴ്ചയാണ് ഓണം, അവസാനത്തെ ഞായറാഴ്ചയാണ്. ഞാനിപ്പോൾ ഉള്ളത് മിഠായി തെരുവിലാണ്. കോഴിക്കോടിന്റെ ഏത് ആഘോഷമായാലും അതിന്റെ തിരക്കും ആഘോഷവും എല്ലാം കാണണമെങ്കിൽ ദാ ഈ മിഠായി തെരുവിലെത്തണം. ആ തിരക്ക് തുടങ്ങിക്കഴിഞ്ഞു, രാവിലെ മുതലേ തുടങ്ങിക്കഴിഞ്ഞു. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ മഴയൊന്നും കാര്യമാക്കാതെ ആളുകള് കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാത്രമല്ല നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വേണേൽ പറയാം, പല ഇടത്തു നിന്നുള്ള ആളുകളും ഇവിടെ ഉണ്ട്. ആ വിശേഷങ്ങളിലേക്കൊക്കെ കടക്കാം. എവിടെ നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്, അവരുടെയൊക്കെ ഓണത്തിന്റെ തിരക്ക് എവിടം വരെ എത്തി, ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ എവിടം വരെ എത്തി എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. എന്ന് കാണുന്നില്ലല്ലോ കയ്യിൽ, കയറാൻ വേണ്ടി പോവല്ലേ? സ്റ്റാർട്ടിങ്ങിൽ എത്തിയിട്ടുള്ളൂ അല്ലേ? സാധനങ്ങളൊക്കെ കണ്ടോ? സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് പറ്റിയ സാധനങ്ങൾ ഉണ്ടോ? കേറി നോക്കുന്നേ ഉള്ളൂ, വന്നല്ലേ ഉള്ളൂ. എവിടുത്തുകാരാ? നമ്മളിവിടെ കോഴിക്കോട് പഠിക്കും. കോഴിക്കോട് തന്നെയാണല്ലേ? അപ്പൊ ഈ എല്ലാ ആഘോഷങ്ങൾക്കും ഇവിടെ മിഠായി തെരുവ് തന്നെയാണ് വരിക? അങ്ങനെയല്ല, വല്ലപ്പോഴൊക്കെ വരാറുണ്ട്. നടക്കട്ടെ, സാധനങ്ങളൊക്കെ വാങ്ങിക്കോളൂ. ഓണം അങ്ങനെ പോണു, എക്സാമിന്റെ തിരക്കാണ്. അതിനിടയിൽ പർച്ചേസിങ്ങിന് ഇറങ്ങിയാണല്ലേ? ഇത്തവണ എക്സാമും ഓണം എല്ലാം കൂടെ അല്ലേ, ഒരു തിരക്കായല്ലേ? സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കണു, ഇപ്പൊ എത്തിയതേ. ഡ്രസ് വാങ്ങിച്ചോ? നാളെ പരീക്ഷയാണല്ലേ? കഴിഞ്ഞോ? ആണോ? അപ്പൊ പിന്നെ ഉഷാറായി ഡ്രസ്സൊക്കെ വാങ്ങാലോ അല്ലേ? ഹായ് പറ. ഓണത്തിന് ഡ്രസ്സൊക്കെ വാങ്ങിയോ? വാങ്ങിയോ? വാങ്ങിച്ചോ? ഡ്രസ് വാങ്ങിച്ചോ? ഞങ്ങൾ മാവൂര് കോഴിക്കോട്. കോഴിക്കോട്ടുകാരാണല്ലേ? ഓണത്തിന്റെ ഡ്രസ്സൊക്കെ വാങ്ങി കഴിഞ്ഞോ? തിരിച്ചു പോവാണോ? അവിടുന്ന് റിട്ടേൺ അടിക്കണം, ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് റിട്ടേൺ. ഒരു ഒറ്റനവധി അലുവകളുമായി മലബാർ എത്തിക്കുന്നു കേട്ടോ. നല്ല വിലക്കുറവിലാണ് കൊടുക്കുന്നത് അലുവ. എന്നാ പിന്നെ ഓണാഘോഷം ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. എല്ലാരും ഇവിടെ വന്നിട്ടാണ് ബാക്കി പർച്ചേസിങ്ങിനൊക്കെ എല്ലാരും പോകുന്നല്ലേ? മലബാറിന്റെ തനിയായ അലുവാണ് വെസ്റ്റ് കോഴിക്കോടിന്റെ ശരിക്കുള്ളത്. ഒരുപാട് ഐറ്റം ഉണ്ടല്ലോ അല്ലേ? 58 വെറൈറ്റി അലുവകളുണ്ട് നമ്മളെ. ആളുകൾ ഈ ദൂരെയുള്ള ആളുകളൊക്കെ ഇവിടെ വരും. ഏറ്റവും കൂടുതൽ ദൂരെയുള്ള ആൾക്കാരാണ് അലുവ എടുക്കുന്നത്. നല്ല തിരക്കിന്റെ സമയമായോ അല്ലെ? ഇനി കുറച്ചുകൂടി കഴിഞ്ഞാലാണോ നല്ല തിരക്ക്? നല്ല തിരക്കായി അല്ലേ? മഴയൊന്നും ഒരു പ്രശ്നമല്ല, കുറച്ചും കൂടി ആള് കുറഞ്ഞത്. ഇതും നല്ല തിരക്കുണ്ടായിരുന്നു നേരത്തെ. കോഴിക്കോട് വന്നാൽ ആദ്യം അലുവ കഴിക്കണം. ഞങ്ങളെ കോഴിക്കോട്ടുകാരുടെ അലുവ കഴിക്കണം. എന്നിട്ട് മിഠായി തെരുവിലെ കാഴ്ചകളും അതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങാം. അതായത് നേരത്തെ നല്ല മഴയായിരുന്നു, ഇപ്പൊ മഴയൊന്നും മാറിയിട്ടുണ്ട്. അതിന്റെ തിരക്കാണ് ഇവിടെ കാണുന്നത്. ഇനി മഴയൊന്നും പെയ്യാതിരിക്കട്ടെ. ഓണത്തിന് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഒരാഴ്ച സമയമുള്ളൂ. അതിനിടയിൽ കുട്ടികൾക്ക് എക്സാം ഉൾപ്പെടെയുണ്ട്. ആ ഒരു അവസാനത്തെ ഞായറാഴ്ച തിരക്കൊഴിഞ്ഞ, വീട്ടിലെ തിരക്കൊക്കെ കഴിഞ്ഞ അവസാനത്തെ ഞായറാഴ്ച എല്ലാവരും ഫാമിലി ഒന്നടങ്കം ഇവിടെ വന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനും അമ്മയും അല്ലാത്ത സാധനങ്ങളൊക്കെ മിഠായി തെരുവിൽ കിട്ടുന്ന പറയാ. കച്ചവടം പൊടി പൊടിക്കുന്നു, ആളുകളും എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും തിരക്ക് കൂടും. ഓണം വക്കത്ത് എത്തിയാ സാധനങ്ങളൊക്കെ വാങ്ങിയോ? വാങ്ങാൻ പർച്ചേസിങ്ങിനാ തുടങ്ങിയിട്ടല്ലോ അല്ലേ? ഇന്ന് സ്റ്റാർട്ടിങ്ങാ. എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയാണ് വാങ്ങാം. നോക്കട്ടെ എങ്ങനെയൊക്കെയാണുള്ളത്. 4 ടോപ്പിന് 500, 2 ടോപ്പിന് 500, 4 പലാസോപ്പിന് 500. കച്ചവടമൊക്കെ എങ്ങനെയാ? എവിടെ വരെ എത്തി? കുഴപ്പമില്ല. തിരക്കുണ്ടോന്നോ? നിങ്ങളെ മുതലാളി ഉള്ളിൽ ഭയങ്കര തിരക്കില്ലാന്ന് തോന്നല്ലേ? നേരത്തെ തുടങ്ങി? രാവിലെ മുതൽ തുടങ്ങി. ഒരു 9 മണിയൊക്കെ ആകുമ്പോ നോക്കിക്കൊണ്ടൊക്കെയാണ് തെരഞ്ഞെടുക്കുക. ഡ്രസ് എടുത്തോ? ഉടുപ്പ് വാങ്ങിയോ? ഇവിടെ ഉടുപ്പ് കാണുന്നില്ലല്ലോ. ഉടുപ്പ് കാണുന്നില്ലല്ലോ. ബാഗിലാണല്ലേ? ഹലോ, നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. ആളുകളല്ല, അതായത് തിരക്കൊഴിഞ്ഞ്, അതായത് മഴയൊക്കെ ഒന്ന് മാറി ഒന്ന് നിന്ന സമയം നോക്കി ആളുകൾ വന്ന സമയമാണിത്. ഡ്രസ്സുകളൊക്കെ തിരക്കാണ് കോഴിക്കോട് മിഠായി തെരുവിൽ അനുഭവപ്പെടുന്നത്. ഓണത്തിന്റെ തിരക്കിലേക്ക് എത്തുകയാണ്. വിപണിയെല്ലാം